പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലൊടിച്ച് രണ്ടായി പിളർന്നു. 2 മരണം, 4 പേരെ രക്ഷപ്പെടുത്തി. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലൊടിച്ചുണ്ടായ അപകടത്തിൽ 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. പൊന്നാനി സ്വദേശികളായ സലാം 43, ഗഫൂർ 45 എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ആകെ 6 തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റു 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായിരുന്നത്. പൊന്നാനിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹ് എന്ന ബോട്ടാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. സാഗർ സുവരാജ് എന്ന കപ്പലാണ് ബോട്ടിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മൾട്ടിമീഡിയ ന്യൂസ്. പുലർച്ചെ 1:30 ഈ സംഭവം. നമ്മുടെ തീരത്തു നിന്നും 33 നോർത്തിലും 48 ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു സ്ഥലത്താണ്. നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റും ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ്. 6 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 6 പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത്. 2 പേരാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ 2 പേരുടെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? ഈ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ എങ്ങനെ? അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കപ്പൽ ഇടിച്ചതാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നത് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് പറയാറായിട്ടില്ല. അവര് കുഴപ്പമൊന്നുമില്ല. രക്ഷപ്പെട്ട ആൾക്കാർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ബോട്ട് തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്ന ആൾക്ക് കുറച്ച് വയറുഭാഗത്ത് കുറച്ച് ഇഞ്ചറി കൂടുതലുള്ളത്. അത് സ്വകാര്യ ബോട്ടാണ്. മറ്റേ കപ്പല് സ്വകാര്യ കപ്പലാണെന്നാണ് അറിഞ്ഞത്. ഇന്ത്യൻ കപ്പൽ തന്നെയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ബോട്ട് ഇടിച്ച പാടക്ക് ബോട്ട് 2 പൊളിയായി പോയി. അതിൽ ബോഡി 2 ആളെ ബോഡി ആ പൊളിഞ്ഞ ബോട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് നീർത്തിയപ്പോഴാണ് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരം പോലത്തപ്പോൾ നീർത്തിയപ്പോഴാണ് അതിൽ നിന്ന് ബോഡി കിട്ടിയത്, 2 ആളെ ബോഡി. ബാക്കി 4 ആളുകളെ കപ്പലിൽ രക്ഷപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ കപ്പലിക്കൊന്നും 50 മാറിൻ്റെ കരയിലേക്ക് വന്ന് പോകാനുള്ള അനുമതിയൊന്നുമില്ല. ഈ ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ വലിക്കണതിൻ്റെ ഇടയിൽ കൂടി വന്ന് ഓടി ബോട്ടുകൾ ഇടിച്ച് ഇതിൻ്റെ മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.